സ്വാഭാവികമായും അത്തരം സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ അതിരുവിട്ടതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാഫിർ പ്രയോഗം. അപ്പോൾ അത് വളരെ കൃത്യമായി ഒളിഞ്ഞിരുന്ന് ഇത്തരം പ്രചരണം നടത്തുന്ന ആളുകൾ അങ്ങനെ പ്രചരിപ്പിച്ച ഒരു സ്ക്രീൻഷോട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയോ ഒന്ന് ഷെയർ ചെയ്തു പോയി. അതാണ് KK ലതിക ചെയ്തിട്ടുള്ള ഒരു പിശക്. മുതിർന്ന നേതാക്കന്മാർ, പൊതുപ്രവർത്തകർ വളരെ ജാഗ്രതയോടുകൂടി ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് പുറപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ ഷെയർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതിൽ ജാഗ്രത കാണിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ പക്ഷം. അതുകൊണ്ടാണ് KK ലതികയെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അവരുടെ നിരപരാധിത്വം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഉദ്ദേശത്തോടു കൂടി അവർ പടച്ചുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറുമല്ല. അങ്ങനെ തയ്യാറാവുമെന്ന് കരുതുന്നുമില്ല ഞാൻ. അല്ലല്ല, ഒരു സെക്കൻഡ്. ആദ്യമായി ശ്രീ BN ഹസ്കർ, താങ്കൾ പറയുകയുണ്ടായി ഒരു പിശക് പറ്റി ലതികയ്ക്ക് എന്ന്. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിന് ഇല്ലാത്ത ഈ നിലപാട് എവിടെ നിന്നാണ് അഡ്വക്കേറ്റ് ഹസ്കറിന് അറിയാൻ കഴിഞ്ഞത്? ശക്തമായ പ്രതിരോധമാണ് ഈ കഴിഞ്ഞ ദിവസവും സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിലൂടെ വരുന്നത്. ആർക്കുള്ള പ്രതിരോധം? ലതികയ്ക്ക് പ്രതിരോധം തീർത്തിരിക്കുകയാണ്. പിന്നെ എവിടെയാണ് ഈ പിശക് പറ്റിയെന്ന തിരിച്ചറിവ് പാർട്ടി നേതൃത്വത്തിന്, ജില്ലാ നേതൃത്വത്തിനുള്ളതായി അങ്ങയുടെ അറിവ്? വേണു, ഇതിൽ കാണേണ്ടത് KK ലതികയുടേതായി അതൊരു പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ആ ഷെയറിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു പിശക് തന്നെയാണ്. അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലപാട് KK ലതിക. അങ്ങനെയെങ്കിൽ ശ്രീ BN ഹസ്കർ, അങ്ങയുടെ വിശാല മനസ്സ് പോലും പാർട്ടിക്ക് ഈ കാര്യത്തിലില്ല. അങ്ങനെയെങ്കിൽ ഒരു നേരിട്ടുള്ള ചോദ്യം. ഇവിടെ കാസിം ഇത് പ്രചരിപ്പിച്ചിട്ടില്ല, ഫോണിൽ ഇത് നിർമ്മിച്ചിട്ടില്ല. കാസിം എന്നിട്ട് കുറ്റാരോപിതനായി. കാസിം ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടി വന്നു. ഇപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി നാം എല്ലാവരും അറിഞ്ഞത് എങ്ങനെയാണ്? നിവൃത്തികെട്ട് കാസിമിന് ഈ പോലീസിൽ നിന്ന് നീതി കിട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയെ സമീപിച്ചപ്പോഴാണ്. അവിടെ ഈ വടകര റൂറൽ SP കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണല്ലോ അറിയുന്നത് ഈ പാവം പിടിച്ച ചെറുപ്പക്കാർ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നിട്ട് ഇപ്പോഴും അതിൻ്റെ നിജസ്ഥിതി കണ്ടെത്തുക എന്ന ബാധ്യതയുമായി അദ്ദേഹം ഉഴറുകയാണ്. ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ലതികയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു പ്രത്യേക സമുദായത്തിൽ അയാൾ പെട്ടുപോയത് കൊണ്ടാണോ? അയാൾക്ക് സ്വയം നിരപരാധിത്വം തെളിയിക്കാൻ ഇങ്ങനെ പോലീസ് ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ, പോലീസ് സ്റ്റേഷനുകളും കോടതി വരാന്തകളും കയറിയിറങ്ങേണ്ടി വരുന്നത്? ലതികയ്ക്ക് അത് വേണ്ടി വരാതിരിക്കുന്നത് എന്ത് പ്രിവിലേജ് കൊണ്ടാണ്? ഇനി ഒരു കാര്യം കൂടി, ഇയാൾ സ്വന്തമായി നിർമ്മിക്കുകയോ അത് എവിടെയും ഷെയർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും പോലീസ് പറയുന്നത് ഇപ്പോഴും അയാൾ സംശയ നിഴലിലാണ് എന്നാണ്. ഇവിടെ ഒരാൾ കൃത്യമായി ഇത് ഷെയർ ചെയ്തിരിക്കുന്നു, ഒരു മുൻ MLA CPM സംസ്ഥാന സമിതി അംഗം. അത് നമ്മുടെ മുന്നിൽ ഒരു തെളിവായി നിൽക്കുകയാണ്. അവർക്കെതിരെ ഒരു അന്വേഷണവുമില്ല. കോടതിയിൽ ഒരു പരാമർശവും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? വേണു, ഇതിൽ കാസിം ഇങ്ങനെ തൻ്റെ വാട്സാപ്പിലൂടെ ഇത് സൃഷ്ടിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഫോൺ കൊണ്ട് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മറ്റേതെങ്കിലും മീഡിയ വഴി മറ്റേതെങ്കിലും നമ്പറിലൂടെ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ബാധ്യത പോലീസിനുണ്ട്. അത് എന്തുകൊണ്ട് നിങ്ങൾ നിരന്തരം കാസിമിനെ ഇങ്ങനെ സംശയം നിർത്തുന്നു? അല്ല, അയാളുടെ കയ്യിലുള്ള ഫോണല്ല, അങ്ങനെ അയാൾക്ക് ഇനി വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? അതിലൂടെ അയാൾ ഇത് ചെയ്തിട്ടുണ്ടോ? അപ്പം നിരന്തരം അയാളിലേക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എങ്ങനെയാണ്? CPM-ന്റെ ജില്ലാ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഒരു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത് വരുന്നത്. ആ പരാതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണത്തോട് അയാൾ സഹകരിക്കുന്നു. അല്ലല്ല, ഒരു കുറ്റവാളി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതൻ അയാൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളോട് സഹകരിക്കുന്നത് എന്നതും പ്രധാനമാണല്ലോ. അങ്ങൊരു അഭിഭാഷകനല്ലേ. അങ്ങേക്ക് കാസിമിനെ സംശയ നിഴലിൽ നിർത്താൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ഈ പറയുന്ന പോലീസിന്റെ മുന്നിലോ നീതിന്യായ സംവിധാനത്തിന്റെ മുന്നിലോ അയാൾ പ്രകടിപ്പിച്ച ഒരു സന്ദർഭം ഓർത്തെടുത്ത് പറയാമോ? അല്ല, പോലീസിൻ്റെ അന്വേഷണത്തോട് സഹകരിക്കുന്ന ഒരു കുറ്റാരോപിതൻ എന്ന നിലയിൽ അത് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും കാസിമിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് കാസിം എന്ന് പറയുന്ന വ്യക്തിയുടേതായി വന്നിട്ടുള്ള ഒരു പ്രചരണ രീതിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കണം. അദ്ദേഹത്തിന് മറ്റേതെങ്കിലും മൊബൈൽ നമ്പറുണ്ടോ, മറ്റേതെങ്കിലും വാട്സപ്പ് നമ്പറുകളുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. പോലീസ് ഇത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് വൈകിയെന്നിരിക്കും. കാരണം പലപ്പോഴും മെറ്റയിൽ നിന്ന് ഇത്തരം ഡീറ്റെയിൽസ് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള സമയപരിമിതി ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നിരുന്നാലും നിജസ്ഥിതി വൈകാതെ തന്നെ നമുക്ക് പൊതുബോധത്തിലേക്ക് വരും എന്നു തന്നെയാണ് നമുക്ക്. ഇപ്പോൾ കോടതി ഇടപെട്ടു, പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ കാസിമിൻ്റെ നിരപരാധിത്വത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്.
പക്ഷേ എന്നിരുന്നാൽ പോലും കാസിമിനെ അങ്ങനെ കുറ്റാരോപിതൻ എന്ന നിലയിൽ വെറുതെ വിട്ടുകൊണ്ട് പോലീസ് ഒരു റിപ്പോർട്ട് ഇതുവരെ നൽകിയിട്ടില്ല. അല്ലല്ല, അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായി ആ ആത്യന്തികമായി എന്താണ്? സംശയം ഉത്ഭവിക്കുന്നുണ്ട്. സമൂഹത്തിൽ മറിച്ച് വിദ്വേഷം KK ഉണ്ടാക്കുക, സംബന്ധിച്ച് മതസ്പർദ്ധ ഉത്പാദിപ്പിച്ചു എന്ന് ആർക്കും ഉണ്ടാക്കുക, വർഗീയ പരാതിയില്ലല്ലോ. ചേരിതിരിവ് ഉണ്ടാക്കുക, ഇതൊക്കെയാണല്ലോ ഇതിന്റെ അനന്തരഫലം. അത് ഒരാൾ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഇനി ഉണ്ടാക്കിയെന്ന് തന്നെ ഇരിക്കട്ടെ, ഇങ്ങനെ ഒരു സന്ദേശം ഉണ്ടാക്കിയത് സ്ക്രീൻഷോട്ടാക്കി പ്രചരിപ്പിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, ആ ആഘാതവും അതുപോലെ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് ലതിക അത് പ്രചരിപ്പിച്ചാൽ ഉണ്ടാകുന്ന ആഘാതവും അത് സമാസമം തന്നെയാണ്. കാരണം ആത്യന്തികമായി ഇത് രണ്ടും ഉണ്ടാക്കാൻ പോകുന്നത് മതേതര സമൂഹത്തിൽ വിള്ളലുകൾ തന്നെയാണ്, അല്ലേ? അപ്പോൾ ഒരാൾ ഉണ്ടാക്കുന്നു, മറ്റൊരാൾ പ്രചരിപ്പിക്കുന്നു, അത് രണ്ടും ഒരേ ഫലം തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നിങ്ങളെപ്പോഴും കാസിമിൽ തന്നെയാണ് ഇപ്പോഴും കുറ്റാരോപിതൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഈ മനോഭാവം നിങ്ങൾ എതിർക്കുന്ന സംഘപരിവാറിനെ ചൂണ്ടിക്കാട്ടി എതിർക്കുന്ന ഇസ്ലാമോഫോബിയയുടെ നിഴലിൽ തന്നെയാണ് നിങ്ങളും നിൽക്കുന്നത് എന്നതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയല്ലേ? വേണു, അങ്ങ് പോലും ഒരു പ്രത്യേക നറേറ്റീവ് സൃഷ്ടിക്കാനാണ്, ഞങ്ങളൊരു ഇസ്ലാമോഫോബിയ വളർത്തുന്നു എന്ന അർത്ഥത്തിലൊരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാഴ്ശ്രമം മാത്രമാണ് ഇപ്പോൾ എങ്ങനെ പാഴ്ശ്രമമാകും? ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഹസ്കർ, ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ലതിക ഇത് പ്രചരിപ്പിക്കട്ടെ, കാസിമോ അല്ലെങ്കിൽ വേറെ ഏതൊരാളോ അല്ലെങ്കിൽ ഒരു അജ്ഞാതനാമാവ് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് പ്രചരിപ്പിച്ചോന്നിരിക്കട്ടെ, പറയാൻ പാടില്ലാത്ത ഒരാളുണ്ടായിരുന്നു, പറയാൻ പാടില്ലാത്ത ഒരാൾ, അത് ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചറും ഷാഫിയും ഒക്കെ ഒരേ നിയമസഭയിൽ ഇരുന്നവരല്ലേ? അവരൊന്നും നടാടെ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലല്ലോ. ഏത് ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പരസ്പരം അറിയുന്നതല്ലേ? ആ പരസ്പര വിശ്വാസവും ബഹുമാനവും വേണ്ടേ? കാസിമിനെ ഈ പറയുന്ന അന്വേഷണ സംവിധാനങ്ങളിൽ നിഴലിൽ നിർത്തുന്നുവെങ്കിൽ ശൈലജ ഷാഫിയെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ എന്ന നിലയിൽ നിർവചിക്കുന്നത് ഏത് മതേതര ബോധ്യം കൊണ്ടാണ്? ഏത് ജനാധിപത്യ ബോധ്യം കൊണ്ടാണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടാടെയായിട്ടാണ് കേരളത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം നടത്തിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ 2014 മുതൽ BJPയും സംഘപരിവാർ ശക്തികളും നടത്തി വരുന്ന ഒരു സാമൂഹ്യ മാധ്യമ വേട്ട പോലെ തന്നെയായിരുന്നു കൃത്യമായി കേരളത്തിൽ ഇരുകൂട്ടരും. എന്റെ ചോദ്യം ലളിതമാണ്, ശൈലജ പറയാൻ പാടുണ്ടോ? ശൈലജ പറയാൻ പാടുണ്ടോ ഷാഫിയാണ് ഇതിന് പിന്നിൽ എന്ന്? അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നവരല്ലേ? നിയമസഭയിൽ മുൻപ് ഒരുപോലെ ഇരുന്നിട്ടുള്ളവരല്ലേ? അങ്ങനെയല്ലേ? എങ്ങനെയാണ് ഇവരുടെയൊക്കെ രാഷ്ട്രീയ ജീവിതം രൂപപ്പെട്ടു വന്നത് എന്ന ബോധ്യം പരസ്പരമുള്ളവരല്ലേ? നിശ്ചയമായും ശ്രീ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായി എനിക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായമുള്ളപ്പോൾ പോലും തന്നെ അദ്ദേഹം ഒരു കേരളത്തിൻ്റെ സെക്കുലർ മുഖം ആണ്, കോൺഗ്രസിലെ ഒരു സെക്കുലർ മുഖമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായും ഷാഫിയെ പോലുള്ള ഒരാളിൽ നിന്നും ഇത്തരത്തിലൊരു പ്രചരണം ഉണ്ടാവും എന്ന് കരുതാൻ പാടില്ലായിരുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. നമുക്കറിയാം ശൈലജ ടീച്ചറെ തോൽപ്പിക്കുന്നതിനു വേണ്ടി എന്തെല്ലാം തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ ഇടപെടലുകളാണ് വടകരയിൽ ആകമാനം നടത്തിയിട്ടുള്ളത് എന്ന് അങ്ങേക്ക് കൂടി ബോധ്യമുള്ളതാണ്. അപ്പോൾ ശൈലജ ടീച്ചറെ പോലുള്ള കേരളത്തിലെ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു നേതാവിനെ ഇങ്ങനെ എല്ലാവരെയും ഒരേ തുലാസിൽ തന്നെ വേണം ജനാധിപത്യത്തിൽ കാണാൻ. ശൈലജയും ജയിച്ചു വന്നു, ഷാഫിയും ജയിച്ചു വന്നു. ജനാധിപത്യത്തിന്റെ തുലാസിൽ തുല്യ പ്രാധാന്യം തന്നെയാണ്. ആർക്കും ഭൂരിപക്ഷത്തിന്റെ ആധിക്യം കൊണ്ട് പവിത്രത കൽപ്പിക്കേണ്ടതില്ല, ഒരു വല്ലാത്ത സ്വീകാര്യതയും ഒരു വല്ലാത്ത പവിത്ര പദവിയും കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ ഈ 19 ഇടത്തും തോറ്റു, പക്ഷേ ശൈലജ തോൽക്കുന്നതാണ് എന്തോ ഒരു ഗൂഢമായ തോൽവിയുടെ ഒരു ഭാഗമായി കാണേണ്ടത് എന്നാണ് സംസ്ഥാന സമിതിയിലും ഉയരുന്ന വിമർശനം. എന്ന് വെച്ചാൽ ബാക്കി ആരെങ്കിലും തോൽക്കുന്നത് പോലെയല്ല, പവിത്രമായ ഏതോ ഒരു പ്രതീകം അങ്ങ് പങ്കിലപ്പെട്ടു പോകുന്നു തോൽവിയോടെ എന്ന രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. ഇതൊന്നും ശരിയല്ല, ഇതൊന്നും ജനാധിപത്യ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലല്ല.